അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിംഗ് ബൗളിൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക, ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. കുക്കുംബറാണ്. കുക്കുംബർ എടുക്കുമ്പോൾ ഒരു ചെറിയ കുക്കുംബർ എടുക്കുക, അതിന്റെ പകുതി മാത്രം എടുത്താൽ മതി. ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അധികം എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 1 ടീസ്പൂൺ ഇഞ്ചി ഇതും കൂടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്, 1/4 കപ്പ് തേങ്ങ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൈ കൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അപ്പൊ കൈ കൊണ്ട് ഒന്നെല്ലാം ഒന്ന് യോജിപ്പിച്ച് തിരുമ്മി എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുക. 2 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തരിയില്ലാത്ത പച്ചരിപ്പൊടി. 2ാമത്തെ കപ്പ് പച്ചരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ജീരകം ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എള്ളും ഉണ്ടെങ്കിൽ എള്ള് ഇട്ട് കൊടുത്താലും മതി. ഇനി കൈ വെച്ചെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം 1 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമല്ല, കൈ പിടിക്കാവുന്ന ചൂടുള്ള വെള്ളമാണ്. 1 കപ്പ് ആദ്യം ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിന്റെ ആവശ്യം കൂടെ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളവും അളന്നെടുത്തിട്ടുള്ളത്. ഓരോ അരിപ്പൊടിയുടെയും വറവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. മാവ് നല്ല സോഫ്റ്റും കുറച്ച് ഈ പരുവത്തിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്കിപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് 5 or 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷനായ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നല്ലൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും. അപ്പൊ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്താൽ മതി. ഇപ്പൊ ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട്. ചെറിയ അല്ലി 8 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് പച്ചമുളക് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അധികം എരിവൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകിന്റെ ഒരു പച്ചമുളകൊന്ന് പോയി കിട്ടണം. ഇനി 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്. സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒക്കെ ഒന്ന് വാടി വരട്ടെ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. ഇപ്പൊ 1 മിനിറ്റ് ആയപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ ഒരു പച്ചമുളക് ഒന്ന് പോയി കിട്ടണം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തക്കാളിയുടെ ആ പുളിപ്പ് രസമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ശർക്കര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ശർക്കരയോ പഞ്ചസാരയോ കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തക്കാളിയുടെ മിക്സ് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കിതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നൊരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. ഇപ്പൊ ഞാൻ ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വാഴയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ ഒന്ന് തടവി കൊടുക്കണം. ഇപ്പൊ നമ്മളെ മാവിൽ നിന്നും 1/2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് കയ്യിലേക്ക് മാറ്റാം. ഒന്ന് ഉരുട്ടിയെടുക്കാം. മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കൈയൊന്ന് നനച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം. സത്യം പറഞ്ഞാല് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് അല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇത് ഒരെണ്ണം മതി വയറ് നിറയാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ചെറിയൊരു കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പൊ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ഈ ഒരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ പരത്തിയെടുത്ത മാവ് ഇതാ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം ഇല ഒന്ന് പിടിച്ചു നോക്കുക ഇളകി വരുന്നുണ്ടോന്ന്. എനിക്കിപ്പോ 10 സെക്കൻഡ് ആയപ്പോ ഇതാ ഇളകി വരുന്നുണ്ട്. ഇനി പാനിൽ നിന്ന് ഈ ഇല മാറ്റാം. ഈസി ആയിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഈ ഇലയിൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി 1/4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരണം. ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും വാഴയില കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പാനിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കാതെ തന്നെ പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കരുത്. കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് കയ്യിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തിയെടുക്കാം. കൈ നനച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിം വയ്ക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയപ്പോ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് മൊരിഞ്ഞു വരണം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു ടവൽ എടുക്കാം. വെള്ളത്തിലൊന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. വെള്ളത്തിലൊന്ന് നല്ലോണം നനച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്.
മാവ് ഇത് അരക്കപ്പ് എടുത്തിട്ടുണ്ട്, കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ടവലിൽ വെച്ച് കൊടുക്കുക. ടവലോ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. കൈയൊന്ന് നനച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈയൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പൊ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. പാൻ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി തുണിയിൽ പരത്തിയെടുത്ത ഈ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 20 സെക്കൻഡ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഒരു 10 സെക്കൻഡ് ഒക്കെ ആയുള്ളൂ. ഇതാ തുണി പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കണം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ്. 1/4 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് മൊരിഞ്ഞു വരണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈസി അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പലഹാരവും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പലഹാരം എന്നാ കണ്ടല്ലോ, ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ അകവും പുറമൊക്കെ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്